ഈ വചനം മത്തായി സുവിശേഷം 7:23 വാക്യമാണ്. എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. യേശു ഇത് എന്തുകൊണ്ട് പറഞ്ഞു? ഇത് യേശുവിന്റെ മലയിലെ പ്രസംഗം എന്ന ഭാഗത്തിന്റെ അവസാനത്തിൽ പറയുന്ന മുന്നറിയിപ്പാണ്. യേശു ഇവിടെ നാടകീയ വിശ്വാസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. കർത്താവേ, കർത്താവേ എന്ന് പറയുന്നത് മാത്രം മതിയല്ല. 7:21 യേശു പറയുന്നു, കർത്താവേ, കർത്താവേ എന്ന് പറയുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് പ്രവേശിക്കുക. അർത്ഥം: വാക്കുകൾ മാത്രം പോരാ, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ചുള്ള ജീവിതം വേണം. അത്ഭുതങ്ങളും ശുശ്രൂഷകളും മാത്രം മതിയല്ല. ആർക്കെങ്കിലും പറയാം, ഞങ്ങൾ നിങ്ങളുടെ നാമത്തിൽ പ്രവചിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, വലിയ പ്രവൃത്തികൾ ചെയ്തു. എന്നാലും യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇത് കാണിക്കുന്നത് പുറമേ കാണുന്ന മതപ്രവർത്തനങ്ങൾ മാത്രം രക്ഷയ്ക്കു മതിയല്ല. അറിഞ്ഞിട്ടില്ല എന്നതിന്റെ അർത്ഥം ബൈബിളിൽ അറിയുക എന്നത് ഒരു ആഴത്തിലുള്ള ബന്ധം എന്നാണ്. യേശു പറയുന്നത്, നിങ്ങൾ എനിക്ക് യഥാർത്ഥത്തിൽ സ്വന്തമായിരുന്നില്ല, നിങ്ങൾ എന്റെ ഇഷ്ടം അനുസരിച്ചില്ല. ഈ വാക്കുകൾ ഭയപ്പെടുത്തുന്നതെന്തുകൊണ്ട്? പുറമേ വിശ്വാസിയായി തോന്നാം, എന്നാൽ ഹൃദയം ദൈവത്തോടില്ലെങ്കിൽ അത് അപകടം. ദൈവം നമ്മുടെ ഹൃദയം നോക്കുന്നു. പ്രധാന സന്ദേശം: വെറും മതപരമായ ജീവിതം മതിയല്ല, യേശുവുമായുള്ള യഥാർത്ഥ ബന്ധം വേണം. പിതാവിന്റെ ഇഷ്ടം അനുസരിച്ചുള്ള അനുസരണ ജീവിതം വേണം. ഇത് ഭയപ്പെടുത്താൻ മാത്രമല്ല, സത്യമായ വിശ്വാസത്തിലേക്കും ആത്മപരിശോധനയിലേക്കും വിളിയാണിത്. ഈ വചനം മത്തായി സുവിശേഷം 7 നിന്റെ നാമം ഞാൻ പറഞ്ഞു, പ്രാർത്ഥനകളും ചെയ്തു ഞാൻ. എന്നാൽ നിൻ വിളിഷ്ടം തേടാതെ സ്വാർത്ഥമായി ജീവിച്ചു ഞാൻ. വാക്കുകൾ മാത്രം മതിയല്ല, മറുക്കുവേനാ ബ്രഹ്മദയം. പ്രവൃത്തികൾ മാത്രം മതിയല്ല, നിനക്കു വേണം സത്യബന്ധം. അകറ്റരുതേ യേശുവേ, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല എന്നരുതേ. എൻ ജീവിതം നിനക്കാകെ ശുദ്ധമാക്കി മാറ്റണമേ. നിന്റെ സന്നിധിയിൽ നിൽക്കാൻ കൃപ തരേണമേ നാഥാ. നിന്റെ നാമം ഞാൻ പറഞ്ഞു, പ്രാർത്ഥനകളും ചെയ്തു ഞാൻ. എന്നാൽ നിൻ വിളിഷ്ടം തേടാതെ സ്വാർത്ഥമായി